എറണാകുളം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായ മാമലക്കണ്ടത്ത് സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന 7 മെഗാവാട്ട് ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കെതിരെ ജനകീയ പ്രതിഷേധം. പരിസ്ഥിതിക്കെതിരെയും വന്യജീവി ആവാസ വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുമെന്നാരോപിച്ചാണ് വിവിധ ജനകീയ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി 2 വാർഡുകളിലെ നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. മാമലത്തോടിൻ്റെയും അനുബന്ധ ജലസ്രോതസ്സുകളുടെയും സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുമെന്നും വന്യജീവികൾക്കും മത്സ്യസമ്പത്തിനും ജൈവ വൈവിധ്യത്തിനും പദ്ധതി തിരിച്ചടിയാകുമെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. മാമലക്കണ്ടത്തുള്ള 2 മലകളും തുറന്നാണ് ഈ പ്രോജക്റ്റിനുള്ള ടണൽ കടന്നു പോകുന്നത്. ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. ഇപ്പോൾ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ടണൽ പ്രോജക്റ്റ് വന്നാൽ ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് വരും. പോരാതെ തന്നെ ഈ പ്രോജക്റ്റ് നടക്കുന്നത് നേരിമംഗലം ഫോറസ്റ്റ് ഡിവിഷനിലുള്ള റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്താണ് ഈ പ്രോജക്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത്. തുരങ്ക നിർമ്മാണവും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സുരക്ഷയെ ബാധിക്കുമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന നിർദ്ദിഷ്ട പദ്ധതി ഉപേക്ഷിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. അടുത്തിടെ വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകരുതെന്ന് ഇവർ പറയുന്നു. ഞങ്ങളുടെ ജനവാസ മേഖലയിലൂടെ ഏതാണ്ട് 3 കിലോമീറ്ററോളം ഏതാണ്ട് 3 മീറ്റർ വീതിയിൽ ടണലടിച്ച് കടന്നു പോവുകയാണ്. ഈ പ്രോജക്റ്റ് വരുന്ന ഉരുളിക്കുഴി ഭാഗത്ത് വെറും 3-4 മാസം മാത്രമാണ് ഈ തോട്ടിൽ വെള്ളമുള്ളൂ. ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വൻ തോതിലുള്ള കല്ല് കൊള്ള തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് യാതൊരു പാരിസ്ഥിതിക ആഘാത പഠനമോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. 97-ൽ ഉരുൾപൊട്ടൽ നടത്തിയ മലയുടെ ഒരു സൈഡിലൂടെയാണ് ഈ ടണൽ കടന്നു പോകുന്നത്. പരിസ്ഥിതി ആഘാത പഠനം സുതാര്യമായി നടത്തണമെന്നും പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകരുതെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കൊച്ചി.